NABH, NABH, National Accreditation Board for Hospitals and Healthcare Providers. NABH COP7. NABHൻ്റെ 100 സ്റ്റാൻഡേർഡുകൾ, NABH 6th എഡിഷനിലുള്ള 100 സ്റ്റാൻഡേർഡുകളിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ സ്റ്റാൻഡേർഡാണ് COP7. Clinical procedures are performed in a safe manner എന്നതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്. ഈ 7ാമത്തെ സ്റ്റാൻഡേർഡിൽ നമ്മൾ 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 7ാമത്തെ സ്റ്റാൻഡേർഡിൽ നമുക്ക് 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണുള്ളത്. 6 കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുമായിട്ട് 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എൻ്റെ മോള് എട്ടാമത്തെ ആൾ, അയാൾ രാവിലെ വന്ന് എന്നോടൊരു ചെറിയ പരാതി പറഞ്ഞു. ചേട്ടൻ എന്നെ അടിച്ചു, അത് ഞാൻ ഇത് എടുത്തപ്പോഴായിരുന്നു. അപ്പോൾ കുറച്ച് വിശദീകരിച്ചു. ഞാൻ ആ സമയത്ത് രാവിലെ ഓഫീസിൽ നിന്നുള്ള ഇന്നലെ വൈകിട്ട് വായിച്ച് ബാക്കി നിർത്തിയ റിപ്പോർട്ട് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പകുതി ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞു, ചേട്ടനെ അടിച്ചെങ്കിൽ സാരമല്ല, ഒരു സോറി പറഞ്ഞേക്കൂ ചേട്ടനോടെന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു, അല്ല അത് പപ്പ, ഞാനെന്തിനാ സോറി പറയുന്നത്, ചേട്ടനല്ലേ സോറി പറയേണ്ടത്. പറഞ്ഞല്ല, ചേട്ടനെ അടിച്ചപ്പം മോളൊരു കാര്യം ചെയ്യ്, വേറെ കുഴപ്പമില്ല, സോറി പറഞ്ഞോളൂ. അല്ല പപ്പ, ചേട്ടൻ എന്നെ അടിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്, ചേട്ടൻ അടിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു, സാരമല്ല, നീ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ചേട്ടൻ അടിച്ചത്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ സോറി പറയാൻ പറഞ്ഞത് എന്നാക്കി മാറ്റി. വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞൊരു പരിപാടിയല്ലേ. നമ്മുടെ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളൊരു സംഗതിയാണ്, ഇടത് കാലിൻ്റെ ഓപ്പറേഷൻ വലത് കാലിൽ ചെയ്തു. പത്രത്തിൽ ഒന്ന് തിരിച്ചായിരുന്നു കേട്ടോ, ഞാനൊന്ന് തിരിച്ച് പറഞ്ഞത്. വലത്തെ ചെവിയിൽ ചെയ്യേണ്ട പ്രൊസീജിയർ ഇടത്തെ ചെവിയിൽ ചെയ്തു. അങ്ങനെ നമ്മുടെ പൊസിഷനും അവയവങ്ങളും സൈഡുമൊക്കെ മാറിപ്പോയി പ്രൊസീജിയർ ചെയ്തത്. എസ്പെഷ്യലി അത് ഇൻവാസീവ് പ്രൊസീജിയർ ആകുമ്പോഴാണ് പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്തയായിട്ട് എത്തുക. പേഷ്യൻറ്റിന് മാറി ഒരു നെബുലൈസേഷൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു സാധാരണ പ്രൊസീജിയർ ഏതെങ്കിലും ചെയ്തു എന്നത് വലിയ വാർത്താ പ്രാധാന്യം വരില്ല. അവിടെ അത് പരസ്പരം പറഞ്ഞു തീരും. നമുക്ക് പലപ്പോഴും ഒരല്പം അശ്രദ്ധ ഉണ്ടായാൽ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് നമ്മുടെ പ്രൊസീജിയറുകളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുക എന്നത്. ഇങ്ങനെ മാറിപ്പോകുന്നത് മാത്രമൊന്നുമല്ല കേട്ടോ. ഒരു അസുഖത്തിന് ചികിത്സിക്കാനായിട്ടൊരു പ്രൊസീജിയർ വേണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ക്വാളിഫൈഡ് ഡോക്ടർ തന്നെ ആയിരിക്കണം, ആരെങ്കിലും ആകരുത്. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് അത് തീരുമാനിക്കുന്നതെങ്കിൽ പോലും ആ അസുഖത്തിനുള്ള ചികിത്സയ്ക്ക് ഉള്ള എല്ലാ മാർഗങ്ങളെയും കണക്കിലെടുത്തിരിക്കണം. അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ കൺവീനിയൻസും ഒപ്പീനിയനും എടുക്കണം. ഏറ്റവും നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത് ഏത് മാർഗത്തിലാണ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. വെറുതെ കണ്ടപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു പേഷ്യൻ്റ് ഈ പ്രൊസീജിയറാണ് ചെയ്തത്. അങ്ങനെ റിപ്പീറ്റേഷൻ ഓഫ് പ്രൊസീജിയർ ആകരുത്, നമ്മളുടെ കൺവീനിയൻസ് ആകരുത്. പേഷ്യൻറ്റിൻ്റെ ബെറ്റർ ഔട്ട്കം ആയിരിക്കണം. ആ അസുഖത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുപോകാനുള്ള ഏറ്റവും മാന്യമായ മാർഗമായിരിക്കണം നമ്മുടെ ഒരു പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രൊസീജിയറിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത്. നമ്മളൊരു ക്ലിനിക്കൽ പ്രൊസീജിയർ നമ്മുടെ ഹോസ്പിറ്റലിൽ തീരുമാനിക്കുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ അഭിപ്രായം നമ്മൾ കേൾക്കുക, പല വിധത്തിലുള്ള പ്രൊസീജിയറുകളുടെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ കൺസേൺ വാങ്ങുക, ആ പ്രൊസീജിയർ നടക്കുന്ന സമയം മുഴുവനും അവരെ മോണിറ്ററിങ്ങിൽ നിലനിർത്തുക, അതിനുശേഷവും അവരെ മോണിറ്റർ ചെയ്യുക, പ്രൊസീജിയേഴ്സ് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുക. ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഈ COP7 ഡിസ്കസ് ചെയ്യുന്നത്. COP7 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. ആ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അതിനകത്ത് വലിയ ബുദ്ധി
പരമായി ആലോചിക്കേണ്ട ഒരു വിഷയമില്ലെന്നേ. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് ഇൻ എ സേഫ് മാനർ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ, ഈ ഒരു സ്റ്റാൻഡേർഡ് 7 കമ്മിറ്റ്മെൻ്റ് ആണ്, അതിനകത്ത് അച്ചീവ്മെൻറ്റോ എക്സലൻസോ ഒന്നും പറയാനില്ല. ഒരു കോറിനകത്ത് നമ്മൾ എന്താ കാണുന്നത്? ഒരു റോങ് പേഷ്യൻ്റ് ആയി പോകാതിരിക്കാൻ, റോങ് സൈറ്റ് ആയി പോകാതിരിക്കാൻ, ഒരു റോങ് പ്രൊസീജിയറായി പോകാതിരിക്കാൻ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയുണ്ടായിരിക്കണം. തെറ്റായ പ്രൊസീജിയർ നടക്കാതിരിക്കാൻ, തെറ്റായ സൈറ്റിൽ നടക്കാതിരിക്കാൻ, പേഷ്യൻ്റെയോ ബൈസ്റ്റാൻഡറെയോ സാന്നിധ്യത്തിൽ ആ പ്രൊസീജിയർ മാർക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. ഡോക്യുമെൻ്റഡ് ആയിരിക്കണം പ്രൊസീജിയറുകളുടെ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ലൈൻസ് ഡോക്യുമെൻ്റഡ് ആയിരിക്കണം. ശരിക്കും ഒരൊറ്റ കാര്യമാണ് അവിടെ കോർ പറയുന്ന, ബാക്കി 6 കമ്മിറ്റ്മെൻ്റ് ആണ്. മീൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അടുക്കി പിറക്കി ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. NABH ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നുകൂടെ പറഞ്ഞുറപ്പിക്കുന്നു. പുതുതായി ഒന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഒരു അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നതാണ് COP 7. നമ്മൾ പറയുന്നു ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് ഇൻ എ സേഫ് മാനർ. നമുക്ക് തുടരാം, ഡീറ്റെയിൽസ് നോക്കാം.